ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. സൂര്യ സാർ അഭിനയിച്ച കറുപ്പ് സിനിമയിലെ നാങ്ക 4 പേര് വീഡിയോ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സിലംബരസൻ DRR ആണ് പാടിയിരിക്കുന്നത്. സായ അഭ്യങ്കറുടെ മ്യൂസിക്കാണ്. നമുക്കൊന്ന് കണ്ടുപോകാം. വാ. ഗോൾഡ് ഡസ്റ്റ് ബിസ്ക്കറ്റ് ഫാക്ടറി ഡാൻസാ. RJ ബാലാജി, സായ അഭ്യങ്കർ, अरे मास में ले टम 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 रसम में नहीं है തായ്. ഇസെ അളക്കണ്ണാണ് ഇപ്പൊ എല്ലാരും വിളിക്കുന്നത്. മൻസൂർ അലി ഖാൻ, ജാഫർ. நாங்க 4 பேரு எங்களுக்கு பயங்கடையாது. அப்புறம் எவனு வந்தாலும் சொல்ல முடியாது. எங்களுக்கு பயங்கடையாது. RJ பாலாஜி ரூல்ஸ் கிடையாது. புரியா? ആക്ച്വലി ഈ പാട്ട് തുടക്കത്തിൽ റിലീസ് ചെയ്തപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, ഭയങ്കര ട്രോളായിരുന്നു. സായബേങ്കറിനെ എല്ലാവരും വച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പാട്ടാ റിലീസ് ചെയ്തെന്നൊക്കെ. കാരണം അപ്പോൾ തുടക്കത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ സൂര്യയായിട്ട് ഒരു റിലേറ്റ് ആയിട്ടുള്ള ഒന്നും ഇല്ലേന്ന് തന്നെ ഈ പാട്ടിൽ. എന്തോന്നാ ചെയ്ത് RJ ബാലാജി നീ തീർക്കോടെ അങ്ങേരെയെന്ന് സൂര്യ എന്നൊക്കെ ഉള്ള ട്രോളുകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് തിയേറ്ററിൽ ഇട്ടപ്പോൾ ഈ സോങ് നൈസ് ആയിരുന്നു. ബട്ട് ആ തുടക്കത്തിൽ ആ പാർ അത് പറഞ്ഞ ആ ഒരു കുറച്ചുള്ളതേ തിയേറ്ററിൽ ഇട്ടിട്ടുള്ളൂ. പാട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല. ആൻഡ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഈ പാട്ട് എന്താണ് ഫുൾ ഇടാത്തതെന്നും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു തിയേറ്ററിൽ കേട്ടപ്പോൾ പാട്ടൊക്കെ സൂപ്പറായിരുന്നു. ആൻഡ് സായ ബേങ്കറിന് എല്ലാവരും പ്രൈസും ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടില്ല പാട്ട കിട്ടില്ല BGM ഇടാന്നൊക്കെ ആ പറഞ്ഞവരൊക്കെ മാറ്റി പറയാം. കാരണം പടത്തിൽ തിയേറ്ററിൽ കേട്ടപ്പോൾ എല്ലാം പക്കയായിട്ടും ഉണ്ടായിരുന്നു. സ്വാസികാല ഡാൻസ് ഉണ്ട്. കേസ് അല്ല എങ്ങളോ ഒരാളി ഇതൊക്കെ സത്യത്തിൽ ചെയ്ത ഇങ്ങനെയൊക്കെ തോന്നുന്നോണ്ടാണ് തോന്നുന്നത്. എല്ലാ സിനിമയും ഇതുപോലെ ദുരന്ത സിനിമയിലും കാണിക്കുന്നില്ല. ജബ്ബാറിൽ ട്രൈഡ് അവനാണ്. സായ ഡാൻസ് ഒരു കോമഡി ആയിട്ടുണ്ട്, ഒരു ചൈൽഡിഷ് ആയിട്ടുണ്ട്. ഈ പാട്ട് നിങ്ങൾ കാണാൻ മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഈ ഡ്രഗ്സ് അടിച്ചതിന് ശേഷം എല്ലാ സിനിമയിലും ഈ ദുരന്തർ സിനിമയിൽ കാണിക്കാൻ മനസ്സിലാവും. അതായത് രൺവീറിന്റെ ആ ഒരു കൂട്ടുകാരനും പഴയ ഒരു കൂട്ടുകാരനും ഒരുമിച്ച് കാണുന്ന ഒരു സീനുണ്ട് ദുരന്തർ 2 അപ്പൊ അവൻ ഇങ്ങനെ ഡ്രഗ്സ് ഒക്കെ ചെയ്തതിനു ശേഷം അവന് രൺവീറിനെ കാണുന്ന ആ ഒരു സീനും ഒരുമാതിരി പ്രേതം വരുന്ന പോലെയൊക്കെ. അപ്പൊ ഇവരിങ്ങനെ ഇതാണ് ഈ ഡ്രഗ്സ്, അതുകൊണ്ടാണ് ഈ ഡ്രഗ്സ് ചെയ്യരുത്, ഈ ഡ്രഗ്സിന്റെ എഫക്റ്റ് ഒക്കെ എന്നൊക്കെ പറയുന്നത്. കാരണം ഇമാര് സാധനങ്ങൾ അടിച്ചു കയറ്റി ആ കൂടെ നിൽക്കണതാര് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടിയും കാണില്ല, എന്തൊക്കെയോ ചെയ്ത് കൂട്ടും. ബിറ്റ്വീൻ ഈ പാട്ട് സൂപ്പർ ആയിരുന്നു, ഇപ്പൊ കേൾക്കാൻ കിടലാണ്. ബട്ട് അത് തിയേറ്ററിൽ മിസ് ചെയ്ത് തിയേറ്ററിൽ ഇട്ടിട്ടില്ലായിരുന്നു. അടുത്ത അസൽ കോണറിന്റെ റാപ്പ് സൂപ്പർ ആയിരുന്നു. ഇത് എങ്ങിട്ട് ഒരു ഫൺ വൈബേജ് പാട്ടാണിത്. കണ്ടക്കാരെ അത് കളർഫുൾ ആണ്. கேசு எல்லாம் எங்க லாயரு தூசியா ஊதுவாரு. சந்திப்போம் பார்த்துக்கா. ഫുള്ളായ ട്രാൻസ് മൂഡാണ്. മറ്റേ ക്യാബോ പോലെ എന്തോ കഴിച്ചതിന് ശേഷം ഫുൾ ട്രാൻസ് മൂഡാണ്. കറുപ്പ് ബാലാജി
നാങ്ക നാല് പേര്. ആക്ച്വലി ഈ സോങ് റിലീസ് ചെയ്തപ്പോൾ ഭയങ്കര ട്രോളായിരുന്നു, ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, ഭയങ്കര ഇമ്പാക്റ്റ് കുറവായിരുന്നു. കാരണം എന്ത് സോങ് അടാ, ഒരു സിനിമയിൽ ഹൈപ്പ് വരേണ്ട സമയത്ത് നീയൊക്കെ എന്തോന്ന് പാട്ട് റിലീസ് ചെയ്യണേ. ആൻഡ് ഇതിൽ സൂര്യ എവിടെയാടാ? ആൻഡ് സൂര്യ ലാസ്റ്റ് ഒരു സെക്കൻഡിൽ ഇങ്ങനെ ഓട്ടിച്ച് എന്തോ കാണിക്കുന്നേ ഉള്ളൂ ആ ഒരു ലിറിക് വീഡിയോ റിലീസ് ടൈമിൽ. ആൻഡ് അതെനിക്കൊരു 2 months എഗോ മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ളായിരുന്നു. ബട്ട് ഇത് തിയേറ്ററിൽ ഇട്ടപ്പോൾ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ബട്ട് ഈ പാട്ട് മുഴുവനും ഇല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മുഴുവൻ ഇടാത്ത എന്നൊരു സംസാരങ്ങളും ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു, ഫുള്ളും ഒരു വൈബേഷായിട്ട് കുറച്ചുണ്ടായിരുന്നു. പിന്നെ അവർ ആ ഒരു തിയേറ്ററിൽ റണ്ണ് ആ ഒരു സ്ക്രീൻ ടൈമും കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ പാട്ട് അവർ കുറച്ചുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അത്യാവശ്യത്തിലായിട്ട് ആ പാട്ടിൻ്റെ അത്യാവശ്യം തോന്നി കാണില്ല, അതുകൊണ്ടായിരിക്കും ആ ഒരു സീൻ കാണിച്ചാൽ മതി എന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും. ബിറ്റ്വീൻ ഈ പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ സൂപ്പറായിട്ട് എൻജോയബിൾ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, നല്ല പാട്ടായിട്ട് വരുന്നുണ്ട്. അതായത് ആ തിയേറ്ററിൽ കേട്ടതിന് ശേഷം ആ ഒരു വൈബ് കിട്ടിയതിന് ശേഷം. ബട്ട് അതിന് മുമ്പും ഈ പാട്ട് പക്കാ ബോറായിരുന്നു, ഒരുത്തർക്കും ഇഷ്ടപ്പെട്ടില്ല, എല്ലാവരും ട്രോളുകളായിരുന്നു. അതിന് അസൽ കൊള്ളാറിന് റാപ്പൊക്കെ വന്നപ്പോൾ പോലെ എന്തോന്ന് റാപ്പിടാൻ വന്നതെന്നാണ് പറഞ്ഞാൽ. ബട്ട് ഈ തിയേറ്ററിൽ ഈ പാട്ട് കേട്ടതിന് ശേഷം എല്ലാവർക്കും ആ റാപ്പും വളരെ കൺവിൻസായി, വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ചിമ്പ് പാടിയത്, STR പാടിയതും സൂപ്പറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് സായബേങ്കറിന്റെ മ്യൂസിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം കഴിഞ്ഞതിന് ശേഷം സായബേങ്കറിനെ പൊക്കി അടിച്ച് എല്ലാവരും, കാരണം അമ്മാതിരി BGM അമ്മാതിരി സോങ്സും ആണ് ആ തിയേറ്ററിൽ കണ്ടപ്പോൾ. ആ ഒരു സോങ് പ്ലേസ്മെന്റും BGM പ്ലേസ്മെന്റും ഒക്കെ കണ്ടപ്പോൾ പക്കായിരുന്നു. കാരണം ഈ പണം ഹിറ്റാമാനും മെയിൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സായബേങ്കറാണ്. അജാതി കിടിലം പീക്ക് മ്യൂസിക് ആയിരുന്നു സായബേങ്കറിന്റെ. മൊത്തത്തിൽ നാങ്ക നാല് പേര് തുടക്കത്തിൽ എല്ലാവരും ട്രോൾ ചെയ്യെങ്കിലും തിയേറ്ററിൽ ആ സോങ് ഇട്ടതിന് ശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. ഈവൻ എനിക്ക് കൂടെ. കാരണം ഈ പാട്ട് തിയേറ്ററിൽ കേട്ടുകൊണ്ട്, കാരണം ചില പാട്ടുകളൊക്കെ അങ്ങനെയാണ്, തുടക്കത്തിൽ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ തിയേറ്ററിൽ കേൾക്കുമ്പോഴായിരിക്കും ആ ഒരു ഇമ്പാക്ട്. തിയേറ്ററിൽ കേട്ടപ്പോൾ ആ ഒരു ഇമ്പാക്ട് എനിക്ക് കിട്ടി പേഴ്സണലി. ആൻഡ് നാങ്ക നാല് പേര് നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരു ഫണ്ണായിട്ട്, ഒരു വൈബായിട്ട്, ഒരു കളർഫുൾ ആയിട്ട്, വളരെ ഡിലേറ്റ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് RJ ബാലാജി ഇപ്പം ആമസോൺ OTTയിൽ എന്തോ സൂര്യയുടെ കറുപ്പ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. ബട്ട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്, പോസിറ്റീവുകളൊക്കെ വരുന്നുണ്ട്, നിറച്ചും ട്രോളുകളാണ് വരുന്നത്. കാരണം OTTയിൽ വരുമ്പോൾ ട്രോളുകൾ വരുമെന്ന് നേരത്തെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു, അത് നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും നാങ്ക നാല് പേര് ഒരു നൈസ് വൈബേഷ് സോങ് തന്നെയാണ്.